ഇന്ന് കോപ്പറിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്ന് പഠിക്കാം. എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s1. ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരാം, എന്തുകൊണ്ടായിരിക്കാം എസിൽ 2 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യാതെ ഡിയിൽ അത് 10 ആക്കി കൊടുത്തതെന്ന് അല്ലെ? അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, 4s ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത്, 3dക്ക് കൊടുക്കുന്നതെന്ന് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പക്ഷേ കോപ്പറിന്റെ കേസ് വരുമ്പോ 4s 1 ഇലക്ട്രോൺ മാത്രമേ നമ്മൾ ഫില്ല് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഇവിടെ എത്ര കൊടുക്കും? ആ ഒരെണ്ണം ഇവിടെ എടുത്തിട്ട് ഡിക്ക് 10 ആക്കി കൊടുക്കും അല്ലെ? അതായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി സബ്ഷെല്ലില് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡി സബ്ഷെൽ ഹാഫ്ലി ഫില്ഡ് ഓർ ഫുൾ ഫില്ഡ് ആവുമ്പോഴാണ് അത് മോർ സ്റ്റേബിൾ ആകുന്നത്. അതുകൊണ്ട് ഇതിന് സ്റ്റെബിലിറ്റി കിട്ടാനായിട്ടാണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്, 10 ഇലക്ട്രോൺ ഡിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ?